നമ്മുടെ കേരളത്തിലെ ആദ്യ നീളാരതി കാണാനായിട്ട് തൃശ്ശൂരിൽ നിന്ന് പോയ കഥ പറയാം. നമ്മുടെ തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിൽ നിന്നോ KSRTC സ്റ്റാൻഡിൽ നിന്നോ കോഴിക്കോട് അല്ലെങ്കിൽ കുറ്റിപ്പുറം ബസ് കയറിയാൽ കുറ്റിപ്പുറത്ത് ഇറങ്ങാൻ സാധിക്കും. ഇനി തൃശ്ശൂരിൽ നിന്ന് ട്രെയിൻ ആണെങ്കിൽ കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. കുറ്റിപ്പുറത്ത് നിന്ന് തിരുനാവായയിലേക്ക് ഇടവിട്ട് ബസ്സുകൾ അവൈലബിൾ ആണ്. ജനുവരി 18 മുതൽ ഫെബ്രുവരി 3 വരെയാണ് മാഘമഹോത്സവത്തിന്റെ ഭാഗമായിട്ട് നീളാരതി നടക്കുന്നത്. എല്ലാ ദിവസവും വൈകിട്ട് 6:30 ശേഷമാണ് നീളാരതി ആരംഭിക്കുന്നത്. പുഴയുടെ മറുകരയിലേക്ക് കടക്കാനായിട്ട് ആകെ ഒരു പാലം മാത്രമാണ് ഉണ്ടായിരുന്നത്. താൽക്കാലികമായിട്ട് നിർമ്മിച്ച ഈ പാലത്തിൽ ഒരേ സമയം വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് സഞ്ചരിക്കാൻ സാധിക്കുന്നത്. ഈ പുഴയിൽ സ്നാനം ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പുഴയുടെ മറുകരയിൽ ബ്രഹ്മാവിന്റെയും ശിവഭഗവാന്റെയും ക്ഷേത്രങ്ങളുണ്ട്. 5 മണിയാകുമ്പോഴേക്കും തന്നെ ആരതി നടക്കുന്നതിന്റെ ചുറ്റും ആൾക്കാർ സ്ഥലം പിടിച്ചിട്ടുണ്ടായിരുന്നു. കാത്തിരിപ്പിന് വിരാമമായിട്ട് നീളാരതി ആരംഭിച്ചു. മന്ത്രജപങ്ങളുടെ അകമ്പടിയോട് കൂടിയിട്ട് ഏവരിനെയും ഭക്തിനിർഭരമാക്കുന്ന നയനമനോഹരമായിട്ടുള്ള കാഴ്ച. 271 വർഷങ്ങൾക്ക് ശേഷം ഒരു നാടിന്റെ സാംസ്കാരിക പൈതൃകം പുനർജീവിക്കപ്പെടുന്ന അത്യപൂർവമായിട്ടുള്ള ഒരു കാഴ്ച. നമ്മുടെ വ്യത്യസ്ത ആണെങ്കിൽ പോലും ഈ ഒരു വിഷ്വൽ ട്രീറ്റ് നമ്മൾ തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ചെയ്തിരിക്കേണ്ട ഒന്നാണ്. ആരതി കഴിഞ്ഞ് തിരിച്ചു പോകാനായിട്ട് നമ്മൾ വന്ന ഒരേ ഒരു പാലം മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പരിപാടിക്ക് ശേഷം ഹെവി റഷാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അല്പം വെയിറ്റ് ചെയ്തിട്ട് സാവകാശം പോയാൽ മതിയാവും.